നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് അനാസ്ഥ ആരോപിച്ച് കുടുംബം. ചെന്താമരയ്ക്കെതിരെ പരാതി നൽകി പലതവണ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങിയിട്ടും ഇടപെട്ടില്ലെന്ന് സുധാകരന്റെ മകൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇതിനിടെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് ചെന്താമര നാട്ടിൽ താമസിച്ചതെന്നും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നും ആരോപണം. അതേസമയം പോലീസിന്റെ റിപ്പോർട്ട് അവഗണിച്ചാണ് ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയതെന്നും ആക്ഷേപമുണ്ട്. എനിക്കിവിടെ ഇരിക്കാൻ പേടിയായതുകൊണ്ട് മാത്രമേ ഞാൻ അമ്മൻ്റെ അവിടെ പോയത്. അച്ഛൻ വരുമ്പോൾ ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വരുന്നതാ. പക്ഷെ ഇയാളുണ്ട്, എനിക്ക് അത് പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ നെന്മാറയ്ക്ക് വരാം. അച്ഛൻ നെന്മാറയ്ക്ക് വന്നാൽ മതി, ക്ഷേമനിധി ഒപ്പം കെട്ടാ പറഞ്ഞത്. അച്ഛന്റെ ഘാതകനോടുള്ള ഭയം മാത്രമായിരുന്നില്ല അഖിലയ്ക്കുണ്ടായിരുന്നത്. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ നിരന്തരം കുടുംബത്തിന് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. പോലീസിൽ പരാതിയും കൊടുത്തു. എന്നാൽ കാര്യമായ നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. കേസ് കൊടുക്കുന്നുണ്ട്, നാട്ടുകാരും കൊടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. എന്താണ് വന്ന് ചോദിക്കും പോകും അത്രേനും. മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ബന്ധുക്കളും പ്രതികരിച്ചു. അവര് അച്ഛനെയും കുട്ടിനെയും വിളിച്ച് പറഞ്ഞു, നിങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മൂർച്ചയാകുമല്ലോ, ഇയാളെ കൊണ്ടുപോകുമല്ലോ എന്ന്. അപ്പൊ അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ, അയാളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പരാതിയിൽ ചെന്താമരയെ ഡിസംബർ 29-ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. തിരുപ്പൂരിലേക്ക് പോവുകയാണെന്നും നാട്ടിൽ ഉണ്ടാവില്ലെന്നും പറഞ്ഞതിനാലാണ് വിട്ടത്. അഖില അകത്തുള്ളതിനാൽ സ്റ്റേഷനിൽ കയറാതെ പുറത്തുനിന്നാണ് ഇയാൾ സിഐയോട് സംസാരിച്ചത്. ചെന്താമര നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും പോലീസ് റിപ്പോർട്ട് നൽകി. ഡ്രൈവറാണെന്ന ഇയാളുടെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യത്തിൽ ഇളവ് നൽകിയത്. അതിനിടയിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമരനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന ആരോപണവും ശക്തമാണ്. 2023-ൽ മുൻ ജാമ്യവ്യവസ്ഥകളിൽ ഇയാൾക്ക് ഇളവുകൾ നൽകിയിരുന്നു. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. എന്നാൽ ഇത് ലംഘിച്ച് പ്രതി പഞ്ചായത്തിൽ താമസിച്ചു. ഇത് കണ്ടെത്തിയിട്ടും പോലീസ് ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചില്ലെന്നാണ് ആക്ഷേപം. മീഡിയ 1 പാലക്കാട്.